ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ എനിക്ക് കഴിയത്തില്ല. ഇതെന്ത് ചെയ്ത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ആഹാ, രാവിലെ ഇറങ്ങിയല്ലോ, കൊള്ളാമല്ലോ. എന്നാ ഒറ്റമ്മ ആളാണോ വീരോട്? ആ സൂപ്പറായിട്ട് അങ്ങോട്ട് ഇരുന്നോ കേട്ടോ. പ്രായമൊക്കെ ആയല്ലോ അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. അതെ, ഇവിടെ കിടന്ന് ഒച്ചമ്പളം ഉണ്ടാക്കരുത് കേട്ടോ. ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ കിടന്ന് ഒച്ചപ്പെടുക്കുന്നവർക്ക് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. അവിടേക്ക് മേടിച്ച ഡെസ്കും മെനുവാണ്, അത് ഒടിച്ചു കളയരുത്. എല്ലാവരുടെയും കർമ്മം തീരുമ്പോഴത്തേക്കിനും ഇടലിയും താമ്പാറും തരാം കേട്ടല്ലോ. അവിടുന്ന് ഇതേ ചടങ്ങ് നടക്കുന്ന സമയം കേട്ടോ. അവിടുന്ന് ഇതുപോലെ കേട്ടോ കർമ്മിയെ കാണുന്നില്ല. സുരേഷേ, സുരേഷേ, എന്തോ വേണം അവിടുന്ന്. ആ എവിടെ പോയി കിടക്കാം അവിടുന്ന് ചുമ്മാ. ആ കർമ്മി വിടാന്ന് പറഞ്ഞത് 10 മണിയായി, ഇതുവരെയായിട്ട് കർമ്മി വന്നില്ലല്ലോ. എന്റെ രാഹു ആയില്ലല്ലോ. രാഹുല് ഏത് രാഹുലും? രാഹുവാലം കഴിഞ്ഞിട്ടില്ലോ. രാഹുവാലം കഴിയുമ്പോഴെങ്കിലും കർമ്മി വരുമോ? എന്റെ പൊന്നു നമ്പരാനെ, കർമ്മി ഇങ്ങ് വെറുതെ ഇങ്ങനെ ഈ പൂജയ്ക്ക് വേണ്ട സാധനം എടുത്തു. പൂജക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. സാധനങ്ങളെല്ലാം മേടിച്ചു. പക്ഷെ നിറപറയുടെ അരി മാത്രമേ ഞാൻ വാങ്ങി. നിറപറയുടെ അരി മേടിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് അവിടെ കർമ്മം നടക്കുന്നത്? നിറപറയുടെ അരി മേടിക്കുന്നത് നീ തന്ന പൈസക്ക് സാധനം എല്ലാം മേടിച്ചപ്പോ എന്റെ കയ്യിൽ പൈസ തീർന്നില്ലേ? ബാക്കി 2 രൂപ എന്നെ ഉണ്ടായിരുന്നത്. 2 രൂപയ്ക്ക് പിന്നെ ഞാൻ റേഷനെ പോയി 2 രൂപ റേഷന് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഉള്ളത് കൊണ്ടാണ് ഓണം പോലെ അങ്ങ് അടിച്ചു കൂട്ടിയാൽ മതി. എന്റെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കളം മൊത്തം മാറും. ആ ചന്ദ്രൻ ചേട്ടൻ എനിക്ക് സാധനം മേടിക്കാൻ പോയപ്പോ ബിവറേജിന്റെ ക്യൂ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. തീർന്നു എന്നാ എടാ, കഴിഞ്ഞ മരണ വീട്ടിൽ എന്തായിരുന്നു അത് കാണിച്ചു കൂട്ടിയത്? എന്താ കാണിച്ചു കൂട്ടിയത്? എടാ അവിടെ മൊത്തം വെള്ളമല്ലായിരുന്നോ? ശരിയാ, ഞാനവിടെ രണ്ട് പഴുക്ക് കൊടുത്തിട്ടായിരുന്നു ഇങ്ങോട്ട് പോരുന്നത്. ഇവിടെ കർമ്മം നടക്കുമ്പോ കർമ്മി വരുമ്പോ ആകെ കുളമാകത്തില്ലേ? എനിക്കറിയത്തില്ല, എന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ കാണിക്കാൻ വന്നില്ലേ, കാലവരോട് ഒറ്റ കുത്തി ഞാൻ പറയാം കേട്ടോ. എന്റെ സ്വഭാവം മനസ്സിലാക്കാത്തോളൂ. എപ്പോഴാ മരിച്ചത്? രാവിലെ 5 മണിക്കോ? അത് ശരി. ഇത് കഴിഞ്ഞിട്ട് ഒരു മഷിനോട്ടം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് വരൂ. 6 മണിയാവുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അവലുണ്ട്, മധുരമുണ്ട്, എള്ളുണ്ട്. എള്ളുണ്ടെന്ന്. ആ എള്ളുണ്ട്. അത് ശരി. ഇതെന്തിനാ ഹാൻസ് മേടിച്ചത്? അല്ല, തുളസി പറഞ്ഞാൽ അപ്പൊ ഒരു ഹാൻസ് കൂടെ ഇരിക്കട്ടെന്ന് വെച്ച്. തുളസി പറഞ്ഞാൽ ഹാൻസ് എന്നാൽ ഒരു വാക്കിട്ട് ബിൽസും കൂടെ മേടിക്കാൻ പോലായിരുന്നു. അയ്യോ, അതും മേടിക്കണമായിരുന്നു. എടാ, പുറത്തു പോയി 2 തുളസിയിൽ പറിച്ചോണ്ട് പോവാ. ആ തുളസിയിലെ പറിച്ചോണ്ട് വരാമല്ലോ. അത് പറഞ്ഞാൽ പോരാ. ഗർഭയുണ്ടോ? എന്തോ ഗർഭയുണ്ടോ? 3 മാസം. ആർക്ക്? എന്റെ ഭാര്യക്ക്. നിന്റെ ഭാര്യക്ക് ഗർഭമുണ്ടോന്നല്ല ചോദിച്ചത്, ഗർഭപ്പുല്ലുണ്ടോ? ആ പുല്ല് എവിടെ കൊണ്ട് ഇതിനകത്തുണ്ട്. അതിനകത്ത് പുല്ല് കൊണ്ട് വെച്ചിട്ട് കുളിച്ചു വെച്ചേക്കുവാ. അവര് കാര്യം ചെയ്യാം. ഇവിടുത്തെ തെക്കവിടെയാ? ഇവിടെ ഇവിടെ ഇതല്ലേ? ഇതല്ലേ നിങ്ങൾ അംഗം വെട്ടാൻ നിൽക്കുക? ഇത് എവിടെയാണ്? തെക്കെവിടെയാണെന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതല്ലോ. തെക്കെവിടെയും കണ്ടുപിടിക്കുക. ഒരു കാര്യം ചെയ്യും, കർമ്മം ചെയ്യാനുള്ളവര് കുളിച്ച് ഈറിനായിട്ട് വാ. നീയല്ലേ കർമ്മം കുളിച്ചീറിനായിട്ട് വന്നേ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ചടങ്ങുള്ള. ചടങ്ങുള്ള പെട്ടെന്ന് അവിടെ നടന്നു. അവസാനമെല്ലാം കൈവെടിഞ്ഞയോ 6 അടി മണ്ണിൽ എരിഞ്ഞടങ്ങുന്നു. അവസാനമെല്ലാം കൈവെടിഞ്ഞയോ 6 അടി മണ്ണിൽ എരിഞ്ഞടങ്ങുന്നു. ഒന്നുകൂടെ. അവസാനമെല്ലാം കർമ്മം നടക്കാൻ പോ. അവിടെ ഒറ്റപ്പാടുണ്ടാകുന്നു. എന്തോ ഇവിടെ ഭജനയാണ്. ഇവന്റെ കർമ്മം പക്ഷെ ഇന്ന് തുടങ്ങാൻ പോവാ. ശ്രദ്ധിക്കണ്ട, കർമ്മം തുടങ്ങേണ്ടത്. അയ്യോ, കർമ്മം ചെയ്യുമെന്നാണോ? അപ്പൊ ഇവിടുത്തെ ചരിത്രം ഒന്നും അറിയത്തില്ലയോ? അതായത് ഈ കർമ്മം ഇവിടെ വിജയിക്കത്തില്ല. ഇവിടെ വിജയിക്കത്തില്ല. എന്നാ കാര്യമൊന്നോ? ഞാൻ ഇവിടുത്തെ മൂത്ത മരുമോന. എന്റെ സ്ത്രീധനത്തിന്റെ ബാലൻസ് 25,000 രൂപ തരാതാണ് ഇയാൾ ഈ പോക്ക് പോയിരിക്കുന്നത്. ഇന്ന് സഞ്ചാരമാണ്. ഇന്ന് ഇത്രയും ദിവസമായിട്ട് എന്റെ 25,000 രൂപ ഇതുവരെ തന്നു തീർത്തിട്ടില്ല. അതുകൊണ്ട് ഈ കർമ്മം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ആദ്യം എന്റെ 25,000 രൂപ കിട്ടണം. എന്റെ ചന്ദ്രചേട്ടാ, ഞാൻ പറഞ്ഞാണ് ഈ ചടങ്ങെല്ലാം കഴിയുമ്പോഴത്തേക്ക് 25,000 രൂപ തരാമെന്ന് ഞാൻ പറഞ്ഞാണോ? അന്ന് ശവദാസന്റെ അന്ന് ഇത് തന്നെയാ പറഞ്ഞത്. ഞാനിപ്പോ റെഡിയാക്കി വെച്ചിരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്ക് തന്നേക്കാം. നീ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണം നിന്റെ 25,000 ഗുണവാ? പിന്നെ എന്നാ വേണം? ഇത്രയും ദിവസമായില്ലേ, അതിന്റെ മുതലും പലിശ എനിക്ക് കിട്ടണം. മുതലും പലിശയും വേണം. അല്ലെങ്കിൽ ഞാൻ അഴമ്പാക്കും. ഒരു കാര്യം, മുതലും പലിശയും കൂട്ടി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഈ നെഞ്ചടിച്ച് പറ്റുന്നേ ഉള്ളോ അതോ കാശ് തരുമോ? കാശ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാശ് അങ്ങോട്ട് തരും. ഈ കർമ്മം നടക്കട്ടെ. തന്ന കർമ്മം നടക്കട്ടെ. കുളിച്ച് വരാൻ പറയും. എടാ, കർമ്മം ചെയ്യാനുള്ള ഇങ്ങോട്ട് കയറി വന്നേ. എവിടെ പോയി കിടക്കും? കർമ്മം ചെയ്യാനുള്ള ഇതെന്തോടാ കണ്ണഞ്ചി പോകുന്നല്ലോ. എന്താ ഇങ്ങോട്ട് വന്നേ? അങ്ങോട്ടും തിരിഞ്ഞേ. നിന്റെ പുറകിലാരുടെ ഈ അപ്പം ഇട്ട് വെച്ചത്? ഇതെന്തോ പൂന്തോട്ടമോ? പൂമ്പാറ്റകൾ വന്ന് തേൻ കുടിക്കാതെ നോക്കിക്കോണം.
ഞാൻ പറയാം കേട്ടോ. കർമ്മി എന്തോ കുളിച്ചു, പക്ഷെ മറ്റേതെടുത്തില്ല. ഏത് ഈറ? അല്ല കർമ്മിയല്ല പറഞ്ഞ കുളിച്ച് ഈറ എടുത്തോണ്ട് വരണം. എന്റെ ദൈവമേ, കുളിച്ച് ഈറനായിട്ട് വരാനാ പറഞ്ഞത്. ഇത്ര മതി. നീ അവിടെ വിനാശനത്തിൽ അവിടെ ഇരിക്കുക. അച്ഛന് മനസ്സിലുള്ളതായിരിക്കുക. അച്ഛന്റെ പേരെന്നാ? ദാമോദരൻ. ആളെന്നാ? കാർത്തിക. കാർത്തിക എന്നാൽ കീർത്തിയെ പോകുന്ന ഒരുപാട് കീർത്തി കേട്ടവരാ. ഞാനിതായാലും കൊല്ലേണ്ടി 25,000 രൂപ കാണാം. 25,000 രൂപ ഇത് തരുമ്പോ കഴിയുമ്പോ തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കഴിയുമ്പോ തരുമല്ലോ. ഞാൻ തരാം. എന്നാൽ നിന്റെ കർമ്മം നടക്കട്ടെ. നടക്കട്ടെ. അപ്പൊ കർമ്മമില്ല. പിതൃസ്യ പിതൃസ്യ പിതൃവിണ്ടസ്യ പിതൃവിണ്ടസ്യ കാർത്തിക നക്ഷത്ര കാർത്തിക നക്ഷത്ര ധനസ്യ ധനസ്യ വാസ്യ ദേവസ്യ ദേവസ്യ അല്ല ദൈവസ്യ ദേവസ്യ എന്റെ മാനസപുത്രസ്യ. അഞ്ചമ്മയും ജീപ്പിയൊക്കെ വരുമോ? എന്നത്തിന്? സീരിയലിന്റെ പേര് പറഞ്ഞ് കളിക്കുമല്ലോ. സീരിയലിന്റെ പേര് പറഞ്ഞ് കളിക്ക് പറ്റാതെ പിന്നെ കർമ്മത്തിലുള്ള മന്ത്രം ചൊല്ലുക. ഒന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ചേട്ടാ കർമ്മം ചെയ്തോണ്ട് ഞാൻ ഇടയ്ക്ക് നിങ്ങൾ ശല്യപ്പെടുത്ത മന്ത്രം പറഞ്ഞു പോലും. ഇല്ല 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 ഇല്ല, എനിക്ക് നിന്നോട് ലക്ഷ്യമില്ല. അപ്പം കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ഈ ദർഭ അങ്ങനെ ഇരിക്കുക. മോതിരവരല് കാണിക്കുക. നിങ്ങളുടെ നിയമനെ കല്യാണം കഴിക്കാൻ പോകണം. നിങ്ങൾ കല്യാണം വെച്ച് വേണം മോതിരം വിട്ടവനെ ഇവിടെ നിർത്താൻ. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? എന്താ ഈ പറയുന്നത്? എന്താണ് ഈ കാണിക്കുന്നത്? ഇതൊന്ന് കല്യാണം വെച്ച് വേണോ? അല്ലെന്ന് ഇത് ഗർഭധരിക്കുമല്ലേ? ഗർഭധരിച്ചു. ഗർഭധരിക്കാമോ? ചടങ്ങിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. ഗർഭധരിച്ചെങ്കിലേ ചടങ്ങ് നടത്താൻ പറ്റത്തുള്ളൂ. പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ കർമ്മി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ആ കുടം എടുക്കുക. ശിരസിന്റെ ഭാഗത്തുനിന്ന് ഒരു അസ്ഥി എടുത്ത് കുടത്തിലേക്ക് ഇടുക. അസ്ഥി കാണത്തില്ല. അതെന്താ? അതെങ്ങനെ കാണാനാ? ജീവിച്ചിരുന്നപ്പോ ഇവന്റെ അസ്ഥിയെല്ലാം ഞാൻ ചവിട്ടി പിടിക്കുകയോ? പിന്നെ എങ്ങനെ അതിനകത്ത് അസ്ഥി കാണും? എന്റെ പൊടി ചന്ദ്രൻ ചേട്ടാ, ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതിരിക്കേ. ഈ കാണുമ്പോൾ നടക്കട്ടല്ലോ. എന്റെ 25,000 രൂപ എന്റെ പലിശ എന്താണ്? 25,000 രൂപ പലിശ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഇത് കഴിയുമ്പോ തന്നേക്കാം. തരുമോ? തരാം. പലിശ ഒന്നും മിണ്ടാതിരിക്കും കേട്ടോ. എടുക്ക, അസ്ഥി എടുക്കുക. ആ നെഞ്ചിന്റെ ഭാഗം എടുക്കുക. അവിടെ നിന്ന് എടുക്കുക. ആ ഭാഗത്തിന് ഭാഗം എടുക്കുക. ഭാഗത്തിന് ഭാഗം എടുക്കുക. ആ അത് മാറ്റിയിരിക്കുക. ബാക്കിയെല്ലാം വഴി ഇതിനകത്തോട്ട് ഇടുക. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളവാകും. എന്റെ വീട്ടിലെ മഴയ്ക്ക് കൊണ്ടിടാൻ അങ്ങനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. എന്റെ ദൈവമേ, ഇതങ്ങോട്ട് പറയുന്നു. പട്ടുമണി ഉണ്ടോ ഇത് പൊളിഞ്ഞു കിട്ടാൻ? പട്ടുമണി ഉണ്ടോ പോലും? അത് കുഴപ്പമില്ല. അത് എന്താ കറക്റ്റ് വെച്ചാൽ അങ്ങോട്ട് മാറ്റി അതെടുക്ക. അതെടുക്ക. ആ അത് വേണ്ട, അതവിടെ ഇതെടുത്തിട്ട് ഇവിടെ തന്നെ വെക്കണം. അത് അതോടെ വെച്ചേ. എന്നാ ഇതെടുക്കട്ടെ. ഇതെടുക്കട്ടെ. അതെന്റെ എന്റേതാണ്. ഇതെടുക്കട്ടെ. അതാണ് അത് വേണ്ടത്. ഇവിടെ തനിക്ക് വേണ്ട ഭ്രാന്താണെന്ന് ചുമ്മുള്ള സാധനമെല്ലാം മേടിച്ചേണ്ട ദൂരെ കളയുന്നു. നീ എന്തോ കാണിക്കുന്നത്? നീ എന്തോ കാണിക്കും? നിങ്ങൾക്ക് മര്യാദ കർമ്മം ചെയ്യാൻ പറ്റുമോ? നമ്മളെ കർമ്മം ചെയ്യണോ? ചോറെടുത്തോണ്ടോന്നില്ലേ? ചോറെടുത്തോണ്ടോന്നില്ലേ? ഇതെല്ലാം തെറ്റിക്കുവാണല്ലോ. ഈ ചോറ് തന്നെ ചോറില്ലേ? ചോറെടുത്തോണ്ടില്ല. അണപ്പിണ്ട കഴിക്കും. കുറെ നേരം കൂടെ പിണ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാലുമടക്ക് ഒരു അടിയാൻ വെച്ചിട്ട് കേട്ടോ. കാണിച്ചു വെച്ചേക്കുന്നതൊക്കെ രണ്ടാക്കഞ്ഞ് വലിയ മദ്യപാനിയാട്ടോ ഞാൻ. അതെ, രണ്ടാക്കഞ്ഞ് വലിയ മദ്യപാനിയാണ്. എന്നെക്കാളും വലിയ മദ്യപാനിയോ? അതെ. ഒരു 50 രൂപയ്ക്കാണ് ഒരെണ്ണം മേടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അടിക്കാതെ കർമ്മം നടക്കണ്ടേ? എന്റെ വീട്ടിൽ എന്നെ പറ്റിക്കുന്നോ? ഞാൻ റെഡിയാക്കിക്കോളാം. കർമ്മം നടക്കട്ടെ. 25,000 രൂപ അതിന്റെ പലിശയുടെ കാര്യം നീ എപ്പോഴും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കാണ് തരാം. ഓക്കെ, കാര്യങ്ങൾ നടന്നോട്ടെ. ആ ചോറെടുക്കുക. ആ ഉരുട്ടുക. നന്നായിട്ട് ഉരുട്ടുക. അവിടെ ഇലയുടെ തുമ്പത്തേക്ക് വെക്കുക. കൈ കഴുകുക. ഒന്നോടെ എടുക്കുക. ഉരുട്ടുക. കൈ കഴുകുക. ഒന്നോടെ എടുക്കുക. ഉരുട്ടുക. കൈ കഴുകുക. എപ്പോഴും കൈ കഴിയുമ്പോൾ ആദ്യമായിട്ട് ചോറെടുക്കുവാണോ? ചോറെന്ന് വെച്ചാൽ വലിയ മാലിന്യമാണോ? നീ ഒന്ന് ഉരുട്ടി കഴിയുമ്പോൾ ഓരോ ഉരുള കഴിഞ്ഞിട്ട് കൈ കഴുകാറുണ്ടോ? അല്ല, കർമ്മി പറഞ്ഞു കൈ കഴുകാൻ. നീ അത് എണ്ണിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുക. നിന്റെ നടത്തി കഴിഞ്ഞ മൂക്കിലൊക്കെ അഴുക. സ്വത്തിൻ മനയും കെട്ടുകൊണ്ട് വന്നിരിക്കുന്നു. എന്റെ ദൈവമേ, ഇത് വലിയ ശല്യമായി തീർന്നല്ലേ ദൈവമേ. ചോറെടുക്കുന്നതിന് എപ്പോഴും കൈ എടുക്കുന്ന കാര്യമുണ്ട്. അത് കർമ്മം നടക്കുമല്ലേ, അതുകൊണ്ട് കൈ എടുക്കേണ്ട കാര്യമുണ്ട്. കാര്യങ്ങൾ നടക്കട്ടെ. അവിടെ വെക്കുക. ഉരുട്ടുക. അവിടെ വെക്കുക. ഞാൻ കഴുക. ഇത് ഞാനല്ല ചെയ്യേണ്ടത്, പിന്നെ കർമ്മി ചെയ്യണത്. അല്ല, എനിക്ക് ഇയാളെ പേടിയാ. മുമ്പ് പ്രശ്നം ഉണ്ടാക്കണല്ലോ. ഈ ആത്മാവിന് ശാന്തി കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ആത്മാവിന് ശാന്തി കിട്ടില്ല, എനിക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടും. അതെ, അപ്പൊ ശരി, ഒരു കാര്യം ചെയ്യാം. ഈ എള്ളും പൂവെടുത്ത് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് എഴുന്നേക്ക. ആ പിണ്ടത്തെ സമർപ്പിക്കണം. എന്നിട്ട് എഴുന്നേക്ക. അതിനെ പിണ്ടത്തിലാണോ? നീ കുറെ നേരം കൊണ്ട് ഇവിടെ പിണ്ടം എന്ന് പറയുന്നത്. നീ ഇവിടെ പിണ്ടം ഉരുട്ടി വെച്ചിട്ടുണ്ടോ? അയ്യോ, പിണ്ടം എന്ന് പറഞ്ഞാൽ പിതൃപിണ്ടം. പിതൃപിണ്ടം. പിതൃപിണ്ടോ?
മര്യാദകൾ കാര്യങ്ങൾ എഴുതണം കേട്ടോ. ഇന്നത്തെ മീൻകറി കണ്ടു വെച്ചിട്ടുണ്ടോ? എന്നാത്തിനാ ഇത്രയും വലിയ ഉരുള വെറുതെ കാപ്പിക്ക് കൊടുക്കണം, നമുക്ക് ഒന്നുകൂടെ കഷ്ടമാണെന്ന് പറയുന്നത്. രണ്ടൊക്കെ പറയുന്ന അവിടുന്ന് ഇതിനാണോ പറയുന്നത്? അവിടുന്ന് എന്തുവാ ഇതിനെ പറയുന്നത് കർമ്മത്തിന് വിഘ്നം ഉണ്ടാവും, അറിയോ? കർമ്മത്തിന് എന്തോ വിഘ്നം ഉണ്ടാക്കി. വിഘ്നം ഉണ്ടാകും. വിഘ്നം ഉണ്ടാകാതിരിക്കണോ? ആ ഉണ്ടായി. എന്നെ മുതലും പരിചയം തന്നു എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. ഏതോ ഈ കർമ്മം കഴിയാതെ എങ്ങനെ ഞാൻ ഈ പൈസ തരുന്നത്? കർമ്മം കഴിയുമ്പോൾ തന്നാ മതി. ആ തന്നെ അവിടെ പറഞ്ഞു അവിടെ മാറിയിരിക്കും അവിടുന്ന്. ഓ ഇപ്പൊ കർമ്മമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഞാനങ്ങ് പോവാ. അവിടെ നിൽക്കി അത് പറഞ്ഞ കർമ്മം ഭംഗിയാണ്. അതിന് ഇതുവരെയായിട്ട് കാക്ക വന്നില്ലല്ലോ. കാക്ക തന്നെ എങ്ങനെയാ? അല്ല ഇത് ഇതിനെ പോലെ ഒരുത്തരം ഇവിടെ കിടന്ന് വട്ടത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ കാക്ക വരുമോ? ഞാൻ പിടിച്ച് മാറ്റി എടുത്തിട്ട് കാക്ക വന്നില്ലല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ ലിസ്റ്റിൽ പറഞ്ഞ സാധനം മേടിച്ചില്ലല്ലോ. ലിസ്റ്റിൽ പറഞ്ഞ സാധനം മേടിച്ചില്ലല്ലോ. അത് പറഞ്ഞ് വാങ്ങിച്ചില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും മേടിച്ചത് 2 രൂപ റേഷൻ. ആ പിന്നെ എങ്ങനെ കാക്ക പറ്റേ? കാക്കതേ മാവിന്റെ അടുത്തവരെ വന്ന് ഇപ്പൊ 2 രൂപ അരിയായതുകൊണ്ട് ആ മാവിന്റെ കൊമ്പത്തെങ്കിലും വന്നിരിപ്പുണ്ട്. 1 രൂപ അരി കഴിക്കുമ്പോ ഇനി പഞ്ചായത്തിലെ കാക്ക കാണത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ദക്ഷിണ എങ്ങനെ തരിക? അച്ഛനെ വിളിക്കാൻ നീ ആരാ ദക്ഷിണാമൂർത്തിയോ? ഇന്നെ കുറെ നേരം കൊണ്ട് നീ പിടിക്കാതിരിക്കും കേട്ടോ. അല്ല നീ എന്താ എന്റെ കാലം പിടിക്കുന്നത്? ഓ സ്വസ്ഥത പോയില്ലേ? ഇത് ആരൊക്കെ കാലം പിടിക്കണുള്ളതെന്ന് മേടിച്ചോണ്ട് പോകാം. അതെ അപ്പൊ ഞാനങ്ങ് പോവാ. പോലെ പോലെ അല്ലെ ഈ മഷി നോക്കി ഏതാണ്ടൊക്കെ പറയുന്നു പറയും. മഷി നോക്കിയൊക്കെ പറയും. ആ ഇതിന് സാധനം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നെ സാധനം കാണാൻ പോയത് അച്ഛൻ വേണ്ട മാല എവിടെ വെച്ച് അലമാരിക്കകത്ത്. എന്നാ പിന്നെ അവിടെ പോയി നോക്കിയാൽ പോലെ എന്നോട് ചോദിച്ചു. അച്ഛന്റെ പോലെ അച്ഛൻ മഷി നോക്കൊക്കെ നടന്നതാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ മഷി നോക്കുന്നതിൽ കാണാൻ പോയ സാധനങ്ങൾ കാണുന്നതിന് വേണ്ടിയല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മൊത്തം മഷി തേച്ച് തരണം. അതെന്തിനാ? വീട്ടിൽ കേബിളില്ല, IPL കളി കാണാൻ. 7 മണി തൊട്ട് വന്നിരിക്കുകയല്ലേ, ഒരു പണിയില്ല. എവിടെയെങ്കിലും സഞ്ചയമുണ്ട് കല്യാണം പറയുമ്പോ ഇറങ്ങി വന്നോണം. ഒരിക്കലും സാമ്പാർ അതിന് കൊടുത്തോ സാമ്പാറൊക്കെ എടുത്തോണ്ട് ഇവിടെ കൊടുത്തേ കൊണ്ട് കഷ്ടം ഇവിടെ വെച്ചേ കൊടുത്തേ.